ഇന്ന് രാത്രിത്തെ ഒരു ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇത് റോൾഡ് ഓട്സ് വെച്ചിട്ടാണ് ഓട്സ് കിച്ചടി. ഇത് എന്നോടൊരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒന്ന് കാണിക്കാൻ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. ഇത് വളരെ ഹെൽത്തിയും വളരെ ലൈറ്റായിട്ടുള്ളൊരു ഫുഡാണ് രാത്രി ഡിന്നറിന് കഴിക്കാൻ. നേരത്തെ കഴിക്കുക എന്ന് മാത്രം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഈ ചെറുപരിപ്പ് കേട്ടോ, അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റോൾഡ് ഓട്സ്. ഈ റോൾഡ് ഓട്സ് നമുക്ക് എവിടെ വേണമെങ്കിൽ വാങ്ങാൻ കിട്ടും. അതിന് സാധാ ഓട്സിനെക്കാട്ടിലും കുറച്ച് വേവുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ വേണമെങ്കിൽ രണ്ടിനെയും ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്യാം. ഞാൻ പക്ഷേ സോക്ക് ചെയ്യാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അതിനെ കുറച്ച് നേരം വേവിച്ചു. ഇത് വേവാണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇൻഡൈജഷൻ പ്രോബ്ലം വരും. റോൾഡ് ഓട്സ് ദേഹത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ അതിനെ വേണമെങ്കിൽ ഒന്ന് സോക്ക് ചെയ്തോളൂ കേട്ടോ. സോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കുതിർത്തുക. രണ്ടിനെയും ഒരു 5-10 മിനിറ്റ് കുതിർത്തി പിന്നെ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ. കഴുകി ഇപ്പം ഞാൻ കാണിച്ച ഈ 1/4 കപ്പ് ചെറുപരിപ്പ്, 1/4 കപ്പ് ഓട്സ്. ഈ ഓട്സാണ് നല്ലത്. മറ്റേ ഓട്സ് അങ്ങനെ അടിഞ്ഞു പോവും. ഈ റോൾഡ് ഓട്സാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഈ റോൾഡ് ഓട്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുക്കറിലാണ് ഇത് ചെയ്യാൻ പോണത്. ഇത് രാത്രിത്തെ ഡിന്നറിന് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ഞാൻ ഇന്നിപ്പോൾ എൻ്റെ കിച്ചടി കൊണ്ടാണ് കഴിയാൻ പോകുന്നത്. അപ്പോൾ അതിലെപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ നെയ്യിൽ ചെയ്താൽ വളരെ ടേസ്റ്റാണ്. കൊളസ്ട്രോൾ അങ്ങനെ കൂടി പോകുന്നില്ല. അപ്പോൾ ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കഴിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഇതൊന്ന് നന്നായി ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം കുരുമുളകും കൂടെ ക്രഷ് ചെയ്തതാണ് കേട്ടോ. ഇത് നല്ലൊരു മണം കൊടുക്കും. മുഴുവനായുള്ളത് ഇടാം കേട്ടോ. നമുക്ക് മുഴുവനായിട്ടുള്ള കുരുമുളകും ജീരകം ഇടാം. ഞാൻ ഇപ്പിട്ടിരിക്കുന്നത് ഇഞ്ചി. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ല നമ്മുടെ ഒന്നുമില്ല, നമുക്ക് പ്ലെയിനായിട്ട് കഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു മുളക് പൊട്ടിച്ചിടുകയാണ്. പച്ചമുളക് ഇടാം. ഞാൻ പക്ഷേ ചുവന്ന മുളക് ഒന്നും ഇടുകയാണ്. എനിക്ക് അത്ര മതി. എരിവ് എനിക്ക് കൂടുതലായിട്ട് രാത്രി വേണ്ട. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇപ്പം തന്നെ നല്ല മണമാണ് ആ ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ഇഞ്ചിടിയൊക്കെ. ഞാൻ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കം, ഇതിൽ എന്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ചീര ആഡ് ചെയ്യാം. എനിക്ക് ഇവിടെ മേത്തി ലീവ്സ് കിട്ടിയിട്ടില്ല. മേത്തി ലീവ്സ് ആഡ് ചെയ്താൽ വളരെ ടേസ്റ്റാണ്. പച്ച പീസില്ലേ, അത് ആഡ് ചെയ്താൽ അതിനെക്കാട്ടിലും നല്ലതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ വേണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ക്യാപ്സിക്കമും ക്യാരറ്റും കൂടെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ട് ഞാനിതിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ കാര്യമായിട്ടൊന്നും ആഡ് ചെയ്യാനില്ല. ഞാനിത് ചേർക്കാൻ പോണത് ഈ 1/4 കപ്പ് ചെറുപരിപ്പ്, 1/4 കപ്പ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഒന്ന് റോസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും. എന്താ അറിയോ, നല്ലൊരു മണം കിട്ടും. ഈ റോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ റോസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിരിക്കും കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ 1/4 കപ്പ് പരിപ്പ്, 1/4 കപ്പ് ഓട്സ്. അപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് എന്താ അറിയോ, 1/4 അര അല്ലേ. അപ്പം ഞാനതിൻ്റെ 1, 2 ഇങ്ങനെയാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. എന്തിനറിയോ, എനിക്ക് അത് കുറച്ചൊരു ഗ്രേവിയിൽ വേണം. ഹാർഡായിട്ട് ഓട്സും ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മൾ കിച്ചടി എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാക്കുക കേട്ടോ. ഇനി ഇതിൽ എനിക്ക് കാര്യമായിട്ടൊന്നും ആഡ് ചെയ്യാനില്ല. വേണമെങ്കിൽ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യും. എനിക്ക് എരിവ് കൂടുതൽ വേണ്ടാത്തതുകൊണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ 1 സ്പൂൺ ഉപ്പ് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ മണം തരണമെങ്കിൽ നമുക്ക് കുറച്ച് ജീരകം, കുരുമുളക്, ഇഞ്ചി ഇതിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഇനി ഇതിനെ വെയിറ്റ് ഇട്ടിട്ട് ഒരു 2 വിസിൽ, അവരവരുടെ കുക്കറിൻ്റെ ഫങ്ഷൻ അനുസരിച്ചിട്ട് 2 or 3 ഇടാം. ഞാനിപ്പോൾ ഇതിനെ ഒരു 2 വിസിലിന് എടുക്കാൻ പോകുന്നു. അപ്പോൾ ഞാനിതിന് വെയിറ്റ് ഇടട്ടെ. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ.
ഈ ഓട്സ് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, റോൾഡ് ഓട്സ്, അതിന് കുറച്ച് വേവുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട ഓട്സിന് വേവില്ല എന്ന്. അതുകൊണ്ട് ഞാൻ പറയാൻ, ഞാനിത് തുറന്നു. ഇങ്ങനെ ഒരു ഗ്രേവി ടൈപ്പിലാണ് അത് വരിക. ഇങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് നല്ലോണം കുറച്ച് മല്ലിയില ആഡ് ചെയ്യുക. പിന്നെ ഇഷ്ടമുള്ളത് എന്തെങ്കിലും ലൈം പിക്കിളോ പപ്പടോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ തിന്നുകയാണെങ്കിലും വെറുതെ കഴിക്കുകയാണെങ്കിലും ടേസ്റ്റാണ്. വളരെ ഡയബറ്റീസുകാർക്കാണ് മാത്രമല്ല, ദിസ് ഈസ് എ വെരി ന്യൂട്രീഷ്യസ് ആൻഡ് ഹെൽത്തി. ഡിന്നറോ ലഞ്ചോ ഒക്കെ കഴിക്കാം. പക്ഷെ ഡിന്നറാണെങ്കിൽ ഇത് കുറച്ച് ലൈറ്റ് ഫുഡാണ് കേട്ടോ. കുറച്ച് നേരത്തെ ഒരു 7 മണിക്ക് 6:30-ക്കൊക്കെ കഴിക്കുക. അപ്പോൾ ഇങ്ങനെയൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തടുക്ക ചെയ്യാം. തടുക്ക മീൻസ് സീസണിങ്. ദാറ്റ് മീൻസ് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് 2 കടുകോ ജീരകോ കായോ ഒക്കെ ഇട്ടാൽ നന്നായിരിക്കും. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഞാൻ ഇനി നെയ്യുടെ ആഡ് ചെയ്യില്ല. ഞാൻ ഇനി ലേശം എണ്ണ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു ലേശം കുറച്ചുകൂടി ജീരകം ആഡ് ചെയ്യാണ്. ഈ ജീരകം പൊട്ടി വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ കായം ഇത് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ലേശം മുളക് പൊടി ആഡ് ചെയ്യാണ്. എനിക്ക് കുറച്ച് മുളകിന് കളർ വേണം. ഇതിങ്ങനെ ആക്കിയ ശേഷം ഞാനിത് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സമയത്ത് നെയ്യിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം നെയ്യ് ഒഴിക്കാണ്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച്, ഇതൊക്കെ അവരവരുടെ ഇഷ്ടം. മേക്കിംഗ് ഇറ്റ് സോ ടേസ്റ്റി ഇറ്റ്സ് ഓൾ ലെഫ്റ്റ് ടു അസ് കേട്ടോ. പക്ഷെ ഞാൻ പറയാലോ, ഇത് മേത്തിയില പീസൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വളരെ നല്ലത്. ഇതിപ്പോൾ പകുതി നിങ്ങൾക്ക് ഈ ചെറുപരിപ്പ്, ദറ്റ് ഈസ് മൂങ് ദാൾ, ഹാഫ് മൂങ് ദാൾ, അതും പച്ചരി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഹെൽത്തിയർ വെർഷന് വേണ്ടി ഓട്സ് ഇട്ടു മാത്രം. ഞാൻ അതും കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണും. എൻ്റെ ഒരു വീഡിയോ ഞാൻ ഹാഫ് മൂങ് ദാൾ ആൻഡ് ഹാഫ് റോ റൈസ് വെച്ചിട്ട് അതിൽ മറ്റേ മേത്തി ലീവ്സ് ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ കാണും. സോ ഇനി അത് ഞാനിപ്പോൾ അടുത്ത് എൻ്റെ പ്ലേറ്റിൽ വിളമ്പിയിട്ട് എന്തൊക്കെയാണ് കഴിക്കാനെന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ എൻ്റെ കിച്ചടി ഇപ്പോൾ റെഡിയായി. ഞാനിതിൻ്റെ കൂടെ ഒരു പപ്പടം ചുട്ടത്, എന്നിട്ട് ഒരിത്തിരി മിൻറ്റ് ചട്നിയല്ല, ദിസ് ഇസ് എ കൊറിയാണ്ടർ മിൻറ്റ് ചട്നി. വളരെ ടേസ്റ്റിയാണ്. ഇതിൽ ഞാൻ കുറച്ച് ടാമറിൻ്റെ, കുറച്ച് ഇഞ്ചി, 2 പച്ചമുളക് ഇതാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കൂട്ടുകാരെ. സോ ഇത്രയും ടേസ്റ്റി ആയിട്ട് രാത്രി കഴിക്കാൻ പറ്റുന്നൊരു ഭക്ഷണം പറയില്ല. ഐ ഡോണ്ട് നോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ പറയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്സിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ എന്നിട്ട് റിലാക്സ് ചെയ്യുക. ഇത് കഴിക്കുമ്പോഴൊക്കെ കുറച്ച് നേരത്തെ കഴിക്കുക കേട്ടോ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ വിത്ത് എ വണ്ടർഫുൾ റെസിപ്പി. ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ.